ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ കുറേ സൗണ്ടൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യില്ല. കുട്ടികളുടെ നിലയിൽ ഓടി കളിക്കുക കേട്ടോ. അത് സൗണ്ട് ഇല്ലാത്തടത്ത് പോകാന്ന് വെച്ചിട്ട് നടക്കില്ല. ഞാൻ ഓടിയണ പോലെ അവിടെ തന്നെ ഉണ്ടാവും. സോ അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ എന്താ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ബീച്ച് പോയാലോ എന്ന് ഇങ്ങനെയുള്ളൊരു പ്ലാൻ ഉണ്ട് ഇവിടെ. അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളിന്ന് ബീച്ചിൽ പോകും. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. എന്താണെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ എന്തായാലും ഒന്ന് പുറത്ത് പോകണം, കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇതിപ്പോൾ നന്ന രാവിലെയെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഒരു ഉച്ചയാവാനായിട്ടുണ്ട്. ഇടയ്ക്ക് കോഴീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ വീട്ടിലത്തെ കോഴിയാണ്. അത് ആ കാണുന്നത് കോറിയാണ് കേട്ടോ. അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാ കോറിയാണിത്. ഇപ്പം വെള്ളമൊക്കെ കുറവാണ്. മഴക്കാലമാകുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവലുണ്ട് കേട്ടോ. ഇതിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ കോറിയാണ് ഗൈസ്. അവിടെ ആരും ഉണ്ട്. അവിടെ നിന്നാണ് നീന്തൊക്കെ പഠിച്ചത്. പിന്നെ ഇപ്പം അതിൻ്റെ വെള്ളം കുറേ അഴുക്കായിന് കേട്ടോ. കാരണം വേനലല്ലേ, അതുകൊണ്ടാണ്. മഴക്കാലത്ത് നല്ല സൂപ്പർ വെള്ളമായിരിക്കും അതിൽ. അവിടെ ഒരു കോറിയല്ല, 3 കോറിയുണ്ട് കേട്ടോ. കോഴി എന്തോ ഭയങ്കരമായി സൗണ്ട് ഉണ്ടാക്കുന്നു. അല്ലെങ്കിലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പം എങ്ങനെയാണ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ത് സൗണ്ട് വന്നറിഞ്ഞ് വീഡിയോ എടുക്കാൻ പോവാണ്. അല്ലാതെ സൗണ്ടൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നുണ്ടാവും. അതാണ്. അങ്ങനെ എൻ്റെ വീട് നല്ല വ്യൂ ഇതാണ് കേട്ടോ. സിറ്റൗട്ട് നോക്കിയാൽ വരാ ബാ, ഞാൻ വരുന്നതാ. ഹലോ ഗൈസ്, അപ്പം ഞാൻ വെള്ളം കുടിക്കാൻ എൻ്റെ പുതിയ ബോട്ടിലാട്ടോ. കുറച്ച് പുതിയതല്ല, അപ്പോൾ കുറച്ച് പഴയതായി. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇതിൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചറൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ വെള്ളം നിറച്ചാൽ അറിവുള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ നിറക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മൂടി തുറന്നാൽ കാണിച്ചു തരാം. വീഡിയോ എടുക്കലും ഇവിടെ തുറക്കലും കൂടി ബാലൻസ് ചെയ്യാൻ നല്ല പാടാട്ടോ. കിട്ടുന്നില്ല. തുറക്കാൻ ഓക്കെ, കണ്ടോ. ഇതിനുള്ളിൽ ഇങ്ങനെ ഇട്ട് മൂടിനുള്ളിൽ ഇതിനുള്ളിൽ ബാറ്ററി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. യെസ്. അപ്പോൾ ഇതിക്ക് വെള്ളം ഒഴിച്ച് നോക്കട്ടെ. യെസ്, നിറഞ്ഞു. ഈ സാധനം വെക്കണം. ഇവിടെ ഇങ്ങനെ തൊട്ടാൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വരുന്നുണ്ട്. അടിച്ചു പോയി വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികളതൊക്കെ എറിഞ്ഞിട്ട് ഇവിടെയൊക്കെ ചടങ്ങി കണ്ടോ. ഈ കുപ്പി വേണ്ട താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം. നല്ല ഭംഗിയായിട്ട് ഈ കുപ്പി കാണാം. ബ്ലാക്ക് കളറായിട്ട് സൂപ്പർ സാധനം. 2 ഗ്ലാസ് വെള്ളമൊക്കെ കൊള്ളും, അതിലപ്പുറം കൊള്ളൂല. ഓക്കെ. ബീച്ചിൽ പോകാൻ വേണ്ടി ഫൈസ് റെഡി ആയിരിക്കുകയാണ് കേട്ടത്. ഓൻ സ്വന്തമായിട്ട് കുപ്പായൊക്കെ ഇട്ടതാണ്. ഓനെ കൊണ്ടുപോയി ആദ്യം റെഡിയായി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് ഓൻ കുപ്പായിട്ടത്? പുതിയ മോഡലല്ലേ. തല തിരിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ബസ്സിൽ കയറിയിട്ട് കോഴിക്കോട് വരെ എത്തി. അവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകുന്നത്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രിയാണ് തിരിച്ചെത്തിപ്പോൾ. വൈകുന്നേരം ടൈമാണ് പോയത്. കാരണം ഇപ്പോൾ വെയിലാവുമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് പോയാൽ ശരിയാവില്ല. അപ്പോൾ ഒരു വൈകുന്നേരം സമയത്ത് അവിടെ എത്തി. പിന്നെ രാത്രിയാണ് തിരിച്ചു വന്നപ്പോൾ നല്ല സൂപ്പറായിരുന്നു. പോരാനേ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. हाँ
ഏതാണ് അത് ഞാനില്ല. ഓ ഉമ്മേ ഞാൻ വരട്ടെ ഇറങ്ങിയ എനിക്കതും വേണ്ട. അങ്ങനെ പിന്നെ മോളൂസും ഫൈസും കൂടി കുതിരപ്പുറത്ത് കയറി. ഞാൻ പിന്നെ ഓൾറെഡി കയറിയിട്ടുണ്ട്, അതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. ഫൈസ് കുറേ കരയി ആഗ്രഹിക്കുന്ന കുതിരപ്പുറത്ത് തരാൻ. അങ്ങനെ ഓൻ കയറി, ഓന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനും അറിയില്ല. ഓക്കേ, ഓ വിളിച്ച് കിട്ടിയോ? ഇഷ്ടമായോ വൈദ്യ? കയറിയാ കുതിര? ഒട്ടകം കയറിയില്ല. എവിടെ? അവിടെ അങ്ങനെ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് കടലൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഫൈജിക്ക് നല്ല ആഗ്രഹം കേട്ടോ അതിൽ കയറണമെന്ന്. അങ്ങനെ പിന്നെ ഓൻ അതിൽ കയറ്റി. പക്ഷെ അത് നല്ല സ്പീഡായിരുന്നു കേട്ടോ. ഓൻ്റെ തല ഇറങ്ങുന്ന മോലും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസ് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നാരെ പറയാം ഞാൻ വണ്ടിയിൽ നിന്ന് പേടിച്ചു പോയിന്ന്. ഞാൻ ചെറുതിനെ അതിൽ കയറ്റാമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ എനിക്ക് തോന്നി അത് സ്പീഡാവും. അതുകൊണ്ട് പിന്നെ ഓനെ ഇന്ന് ഇറക്കിട്ടോ. ഓൻ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ ഓനെ വേറെ സംഭവത്തിൽ കയറ്റി. ഇതിനൊക്കെ ടിക്കറ്റ് 50 രൂപ കേട്ടോ. ഫൈസിൻ്റെയും ഇവൻ്റെയും ഒക്കെ 50 രൂപയാണ്. ഇതിങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ഇത് കൈ കൊണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കുന്നുള്ളൂ. മറ്റത് വേറെ എന്തോ ചെയ്യാണ്. അപ്പോൾ കുട്ടികൾക്ക് സേഫാണ്. ഓനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് വണ്ടി ജീവനാണ് മാജിക്ക്. അങ്ങനെ പിന്നെ ഓനും കുറേ നേരം അതിലൊക്കെ കറക്കി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മറ്റേ ഫുഡുകളൊക്കെ കഴിച്ചിട്ട് കുറേ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. പിന്നെ മറ്റേ കടിക്കാരന സാധനം ഉണ്ടല്ലോ, കല്ലുമ്മക്കായ, അത് നിറച്ചത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജസ്റ്റ് 25 റുപ്പീസുള്ളൂ. പിന്നെ കൂന്തൽ നിറച്ചതുണ്ടായിരുന്നു, അത് 100 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല, മുതലാവില്ല. പിന്നെ ഇത് കാടമുട്ട കഴിച്ചു. അങ്ങനെ കുറേ സാധനം കഴിച്ചു. അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ പൈനാപ്പിൾ കഴിച്ചു, ഉപ്പിലിട്ട പൈനാപ്പിൾ മുളകൊക്കെ കൂട്ടി അതൊക്കെ തരും, അതൊക്കെ കഴിച്ച്. പിന്നെ ഈ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് അവനെ കയറ്റിയില്ല കേട്ടോ. അവന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഇന്ന് ഇറങ്ങൂല ഫൈസി, നമ്മളതിനുള്ളിൽ നിന്ന് കയറി ഇറക്കി കൊണ്ടിരുന്നു. പിന്നെ ഈ ട്രെയിന് പോലത്തെ സാധനം അതൊക്കെ മുന്നേ കയറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭാഗ്യത്തിന് ഹോൾസ് ഇവിടെ ഇരിക്കണം. പിന്നെ അവിടെ ഒട്ടകം കണ്ടപ്പോൾ എനിക്ക് കയറണം നല്ല ആഗ്രഹമായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞാൻ കയറിയിട്ടില്ല, ഒട്ടകപ്പുറത്ത് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാനത് കയറിയിട്ടോ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഒട്ടകം അടിപൊളിയാണ്, ഭയങ്കര ഹൈറ്റുമാണ്. പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ചെയ്യാൻ പോണ പോലെ തോന്നി. പക്ഷേ കുഴപ്പമില്ല, അത് തിരിയുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും സീനില്ല, പിടിച്ചിരിക്കാനൊക്കെ ഇന്ന് സംവിധാനം ഉണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. രാത്രിക്കത്തെ വീഡിയോ ഇട്ടിട്ട് പിന്നെ രാവിലക്കത്തെ വീഡിയോ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ
എല്ലാം കൂടി ഒരുമിച്ച് വെച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. പിന്നെ അത് ശരിയാക്കാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട്. ഈ വീഡിയോ ഒക്കെ അങ്ങനെയാണ്. അതിൻ്റെ മുന്നത്തെ വീഡിയോ രാത്രിക്കത്തെ വന്ന് പിന്നെ എങ്ങനെ ആയില്ലേ, അതങ്ങനെയാണ്. അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ഒരു ഗുണം എന്താ പറയുക, കാറ്റുണ്ടാവും നല്ല കാറ്റ്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടി ആയിട്ട്. അപ്പോൾ ഇത് കുറേ ലേറ്റായി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മോളൂസിന് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ എടുക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ അതിൻ്റെ ഇടയിൽ അവിടെ ഒരാൾ എന്തോ മത്സ്യകന്യകയാണോ തോന്നുന്നുണ്ട്, അതുപോലത്തെ സാധനമാണ് പെണ്ണും അതിൻ്റെ കുട്ടിയൊക്കെ ഉള്ള പോലെ കുറേ മണലിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഒട്ടകപ്പുറത്ത് കയറാൻ പോയി. അത് കഴിഞ്ഞിട്ട് അത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ബൈ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ